തിരുവനന്തപുരം വർക്കലയിൽ മൃതദേഹം തെരുവ് നായ്ക്കൾ കടിച്ചു കീറിയ നിലയിൽ കണ്ടെത്തി. ചാവർകോട് ഒഴിഞ്ഞ പുരയിടത്തിൽ നിന്നാണ് 20 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. ഗംഗാലയം വീട്ടിൽ അജിത് ദേവദാസിൻ്റെതാണ് മൃതദേഹം. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചേർന്ന്. സ്റ്റെഫിൻ, ഇത് വളരെ ഒഴിഞ്ഞ പ്രദേശമാണോ? ഇങ്ങനെ ഒരു സംഭവം പുറത്ത് അറിയാതെ പോയത് എങ്ങനെയാണ്? രതീഷ്, ഈ ചാവർകോട് ആളൊഴിഞ്ഞ പുരയിടത്തിലാണ് അജിത് ദേവദാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് നാട്ടുകാർ ഇത്തരത്തിൽ ഈ ഒരു മൃതദേഹം ഈ ആളൊഴിഞ്ഞ പറമ്പിൽ കിടക്കുന്നത് നാട്ടുകാരും കണ്ടത്. നായ്ക്കൾ അരയ്ക്ക് താഴെ കടിച്ചു കീറിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ 3 ആഴ്ചയായി അജിത് ദേവദാസിനെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അജിത് ദേവദാസ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയിരുന്നു. ഭാര്യയുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന പരാതിയും ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് പോലീസ് വിശദമായി അന്വേഷിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഇന്ന് രാവിലെയോടുകൂടി ഉണ്ടാകുന്നത്. തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. തുടർന്ന് ഇത്തരത്തിൽ പരാതിയൊക്കെ ലഭിച്ചതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെയാണ് ഈ മൃതദേഹം അജിത് ദേവദാസിൻ്റെതാണ് എന്ന് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഏതായാലും സ്ഥലത്ത് ഫോറൻസിക് സംഘവും പോലീസും ഒക്കെ തന്നെ ഉണ്ട്. വിശദമായ പരിശോധനകൾ നടത്തി വരികയാണ്. എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. ഈ നായ്ക്കൾ കടിച്ചു കീറിയതാണോ, എന്താണ് ഈ പ്രധാനമായും ഈ മരണകാരണമായത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വിശദമായി പോസ്റ്റ്മോർട്ടം നടത്തി. ഇപ്പോൾ ഏതായാലും മൃതദേഹം ഇവിടെ നിന്നും സ്ഥലത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം സ്ഥലത്ത്, ഫോറൻസിക് നടപടികളൊക്കെ സ്ഥലത്ത് പുരോഗമിക്കുന്നു. അതിനുശേഷം ആയിരിക്കും ഈ കേസിനെ സംബന്ധിച്ച് കൂടുതൽ ഏതായാലും പറയാൻ കഴിയുക. ഏതായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഈ അജിത് ദേവദാസ് ഈ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് എത്തിയത്, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ശരി, അത്യന്തം ദാരുണമായ സംഭവമാണ്. മൃതദേഹം നായ്ക്കൾ കടിച്ചു കീറിയ നിലയിലാണ്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.